മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന SNC ലാവലിൻ കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഇതുവരെ ഓരോ തട്ടുമുട്ടും ന്യായങ്ങളൊക്കെ നിരത്തി മലയാളികളുടെ കണ്ണിൽ പൊടിയിട്ട് പലതവണ മാറ്റിവെക്കപ്പെട്ട ലാവലിൻ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ വിധി വരുമ്പോൾ മുഖ്യമന്ത്രി കസേര തെറിക്കുമോ, മുഖ്യമന്ത്രി അഴിക്കുള്ളിലാകുമോ എന്നറിയാനാണ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളത്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ ലാവലിൻ കേസ് കേൾക്കുന്നത്. ഇതിനു മുമ്പ് ഒക്ടോബർ 31 ഈ കേസ് അവസാനമായി പരിഗണിച്ചത്. 20 കൊല്ലമായ ലാവലിൻ കേസ് പലതവണ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാറ്റിവെപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ 31ാം തവണയാണ് കേസ് സുപ്രീം കോടതിയിൽ ലിസ്റ്റ് ചെയ്യുന്നത്. പലതവണ മുഖ്യൻ ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ സുപ്രീം കോടതിയിൽ ചുവപ്പു നാടയാണോ എന്നായിരുന്നു മലയാളികളുടെ ചോദ്യം. അതിനാൽ തന്നെ സുപ്രീം കോടതിയിൽ വിധി വരുന്നതിന് മുമ്പ് പിണറായിയെ രക്ഷിക്കാൻ 18 അടവും പയറ്റി ദില്ലിയിൽ വൻ നീക്കം നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് കോടിക്കണക്കിന് മലയാളികളെ പൊട്ടന്മാരാക്കുന്ന നീക്കം തന്നെയാണ് പലതവണ ഈ കേസ് മാറ്റിവെച്ചതോടെ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഏകദേശം 1/4 നൂറ്റാണ്ടാകുന്നു ഈ ലാവലിൻ കേസ് ഒരിടത്തും എത്താതെ നിൽക്കുന്നത്. ഒന്നും രണ്ടുമല്ല, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായ ഈ കേസിൽ 374 കോടിയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ പിണറായി വിജയനെ പ്രതി ചേർക്കണോ വേണ്ടയോ എന്നറിയാനാണ് കേസ് എടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ കേസ് എടുത്താലും മലയാളികൾ കേൾക്കുന്നത് കേസ് മാറ്റിവെച്ചു എന്നൊക്കെയായിരിക്കും. അതായത് ഈ കേസ് എടുക്കുന്നത് തന്നെ ഒരുപക്ഷെ മാറ്റിവെക്കാൻ വേണ്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കാരണഭൂതൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാവി തുലാസിലാടുന്ന രീതിയിൽ എന്ന് വേണം ഈ കേസിനെ നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ വിധി എതിരായി വന്നാൽ പിണറായി വിജയന് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുമെന്നത് ഉറപ്പാണ്. ലാവലിൻ കേസിൽ പ്രതിസ്ഥാനത്ത് നിന്ന് മുമ്പ് ഹൈക്കോടതിയാണ് പിണറായി വിജയനെ ഒഴിവാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ നിയമജ്ഞരെ ഉൾപ്പെടുത്തി വലിയ അഴിമതി വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പിണറായി വിജയനെ പ്രതിയാക്കണമെന്ന CBIയുടെ അപ്പീൽ ഹർജിയാണ് സുപ്രീം കോടതിയിലുള്ളത്. വീണ്ടും പറയാം, സുപ്രീം കോടതി ലാവലിൻ കേസിൽ പിണറായി വിജയനെ പ്രതിയാക്കിയാൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഉടൻ തന്നെ അദ്ദേഹം രാജിവെക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. അതുമാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം, ലാവലിൻ കേസ് ഇങ്ങനെ മാറ്റിവെക്കേണ്ട കാര്യം ഒന്നും തന്നെ നമ്മുടെ പരമോന്നത നീതിപീഠത്തിനില്ല. കാരണം രാവിലെ ഈ കേസ് എടുത്ത് അല്ലെങ്കിൽ ഉച്ചയ്ക്കോ അതുമല്ലെങ്കിൽ വൈകിട്ടോ ഒക്കെ വിധി പറയാനുള്ള ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിറപ്പിക്കുന്ന ഈ ലാവലിൻ കേസ് എന്ന് വേണം പറയാൻ. പക്ഷേ ഇതാകട്ടെ ഇവർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത്രമേൽ സ്വാധീനം ഈ കേസിന് മേൽ പിണറായി സർക്കാർ ചെലുത്തിയിരിക്കുന്നു എന്നുള്ളത് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെറിയൊരു പെറ്റി കേസ് വന്നാൽ പോലും പാവപ്പെട്ട ജനങ്ങളെ ഓട്ടിച്ചിട്ട് പിടിച്ച് പിഴ അടച്ചു കൊടുക്കുന്ന നാടാണ്. ആ നാട്ടിലാണ് നാട് ഭരിക്കുന്ന മുഖ്യന്റെ പേരിലുള്ള ഈ കേസ് മാറ്റിവെച്ചുകൊണ്ടുള്ള പലതവണ മാറ്റിവെച്ചുകൊണ്ടുള്ള ചില ഉരുണ്ടുകളികളൊക്കെ നടന്നതും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അഴിമതി കേസുകളിൽ എത്രയും വേഗം തീർപ്പാക്കണമെന്ന സുപ്രീം കോടതിയുടെ തന്നെ വിധി ഇരിക്കവേ തന്നെയാണ് അനന്തമായി ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതിനു മുമ്പ് 2005 ഫെബ്രുവരി 2 ഇതിന്റെ പേരിൽ ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മരുമകനായ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ അന്ന് കോഴിക്കോട് ക്രൈമിന്റെ ഓഫീസിൽ 15ഓളം ഗുണ്ടകളെത്തി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ലാവലിൻ കേസിന്റെ രേഖകൾ കടത്തിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് 2005 സെപ്റ്റംബർ മാസത്തിൽ ലാവലിൻ കേസിൽ CBI അന്വേഷണത്തിന് ക്രൈം നന്ദകുമാർ അഡ്വക്കേറ്റ് രാംകുമാർ മുഖേനെ ഹർജി ഫയൽ ചെയ്യുകയും 2009 ജനുവരി മാസത്തിൽ പിണറായി വിജയനെ 7ാം പ്രതിയാക്കിക്കൊണ്ട് CBI കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 2014 തിരുവനന്തപുരം CBI കോടതി പിണറായി വിജയനടക്കം 3 പ്രതികളുടെ ഡിസ്ചാർജ് പെറ്റീഷൻ അംഗീകരിച്ചുകൊണ്ട് മൊത്തം പ്രതികളെയും കുറ്റവിമുക്തരാക്കി ഉത്തരവിട്ടു. എന്നാൽ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ഉബൈദ് 2014 CBI കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് 3 പ്രതികളെ മാത്രം കുറ്റവിമുക്തരാക്കുകയും മറ്റുള്ള പ്രതികളെ നിലനിർത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിനെതിരെ CBI വീണ്ടും പ്രതികളാക്കി മാറ്റപ്പെട്ടവരുമൊക്കെ സുപ്രീം കോടതിയിൽ 2017 SLP ഫയൽ ചെയ്ത് ഇപ്പോഴും ഈ കേസ് നീട്ടിക്കൊണ്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് 30ാം തവണയും സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ ഈ കേസ് പരിഗണിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ CBIയുടെ അസൗകര്യത്തെ തുടർന്ന് കേസ് മാറ്റിവെച്ചു എന്നതായിരുന്നു പറഞ്ഞത്. CBIക്ക് വേണ്ടി ഹാജരാകേണ്ടിയിരുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു മറ്റൊരു കേസിൽ തിരക്കിലായിരുന്നു. ജസ്റ്റിസുമാരെ സൂര്യകാന്ത്, ദീപാശങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. മുൻപ് CBI ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു കേസ് മാറ്റിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി K മോഹനചന്ദ്രൻ, ഊർജ്ജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കി 2017
2017 ഹൈക്കോടതി വിധിക്കെതിരെ സിബിഐയുടെ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. വിചാരണ നേരിടേണ്ട വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് KG രാജശേഖരൻ നായർ, ബോർഡ് മുൻ ചെയർമാൻ R ശിവദാസൻ, മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരി രംഗായർ എന്നിവർ ഇളവ് വേണമെന്നാവശ്യപ്പെടുന്ന ഹർജികളും സുപ്രീം കോടതിയിൽ പരിഗണനയിലുണ്ട്. എന്തായാലും ലാവ്ലിൻ കേസ് ഇന്ന് പരിഗണിക്കുന്നതോടുകൂടെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ കേസിൽ ഒരു വിധി വരുമെന്ന് തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ കേസ് പരിഗണിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വ്യക്തമാകും. കേസ് മാറ്റിവെക്കപ്പെടുമോ അതോ ഈ കേസിൽ വിധി വരുമോ എന്നാണ് ഇപ്പോൾ മലയാളികളടക്കം ഉറ്റുനോക്കുന്നത്. എന്തായാലും കേസിൽ വിധി വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാക്കും, മുഖ്യമന്ത്രി കസേരത്തെറിക്കും, മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും എന്നുള്ള ഒരു സ്ഥിതി വിശേഷത്തിലേക്കാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് ലാവ്ലിൻ കേസിന്റെ വിധി വരാൻ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.